Hello, I am Sarada. എല്ലാവർക്കും SimpleTips മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആണ്. കാരണം എന്താണെന്ന് അറിയാമോ? എല്ലാവരും നമ്മൾ കല്യാണത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് ചിലർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. അതുപോലെ തന്നെ ക്ലീനപ്പ് ഒക്കെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. പക്ഷെ നമുക്ക് ഒന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു ഗ്ലോയിങ് ഒരു ഇഫക്റ്റോടൊക്കെ കൂടി പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ചെറിയ 2 സ്റ്റെപ്സ് അത് നമുക്ക് ഏറ്റവും വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫേഷ്യൽ ഒരു 4 സ്റ്റെപ്പ് ഫേഷ്യലൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിന് കുറച്ച് സമയം എടുക്കും. സോ അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു 2 സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാമോ, നമ്മൾ അതൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുഖം നല്ലൊരു സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വരും. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടൊന്ന് ഐബ്രോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നല്ല ഭംഗിയായിരിക്കും. മുഖം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടി വളരെ ഒരു ഫിനിഷ് നമുക്ക് കിട്ടും, ആ ഒരു നല്ല ലുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2 സ്റ്റെപ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ ആദ്യം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണം, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. സോ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അഡീഷണൽ ചേർക്കേണ്ടത് ഞാൻ വീഡിയോയിൽ തന്നെ പറയേണ്ടത്. നിങ്ങൾക്ക് ഇതിന് പകരം ഇന്നത് യൂസ് ചെയ്യാന്നുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒന്നും മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ആദ്യം എടുത്തിട്ടുള്ളത്. അത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കയ്യിലുള്ളത് വലിയ തരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 1/2 സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടാമത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. സെയിം അളവിൽ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. അപ്പോൾ അതിലും ഒരു ചെറിയ തരിയുള്ളതാണ്. പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തേനാണ്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല റിസൾട്ടാണ്. അപ്പം ഒരു നല്ല കട്ടിയുള്ള ടെക്സ്ചറിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്. അപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. 2-3 തുള്ളി ലെമൺ ജ്യൂസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ സ്ക്രബ് ഉണ്ടാക്കിയിട്ട് അധിക സമയം വെക്കരുത്. കാരണം പഞ്ചസാര നാരങ്ങ നീരൊക്കെ ഒഴിക്കുമ്പോൾ മെൽട്ടായി പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. ഉണ്ടാക്കി വെച്ചിട്ട് ഉടനെ തന്നെ ചെയ്യുക. അപ്പോൾ 1 മിനിറ്റ് മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും ചെയ്യേണ്ട. അതുപോലെ ഒരുപാട് ലിക്വിഡ് ഇതായി പോയിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു 1 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള പോർഷനൊക്കെ ഒന്ന് നന്നായിട്ട് അപ്പർ ഇതിലേക്കൊന്ന് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചുണ്ടിൻ്റെ സൈഡിലും നെറ്റിയിലും ഒക്കെ. അപ്പോൾ 1 മിനിറ്റിൽ കൂടുതൽ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അധികം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും ഇല്ല. ഓൾറെഡി ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ് ചെയ്യാറുള്ളത് കൊണ്ട് എൻ്റെ സ്കിൻ ഓൾറെഡി സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തു തരുന്നത്. അപ്പോൾ ഒരു 1 മിനിറ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഇത് വെച്ചുകൊണ്ടൊന്നും ഇരിക്കേണ്ട. ഉടനെ തന്നെ കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴുത്തിൽ കുറച്ച് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണ്, ഡെഡ് സെൽസ് ഉണ്ട് എന്നുള്ളവർ, ഡെഡ് സ്കിൻ ഉണ്ട് എന്നുള്ളവർ മാത്രം നെക്ക് സ്ക്രബ് ചെയ്യുക. അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് സ്ക്രബ് ഒന്നും ചെയ്യേണ്ട. കാരണം സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ ഒരു 1 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ കടലമാവാണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലിക്കോറൈസ് പൗഡറാണ്, ഇരട്ടി മധുരത്തിൻ്റെ പൊടി. അപ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. അതേ അളവിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് പീൽ പൗഡറാണ്. അപ്പോൾ ഈ ഓറഞ്ച് പീൽ പൗഡറും നല്ല ഫൈനായിട്ടുള്ള പൗഡറാണ്. അപ്പോൾ 3ഉം ഒരേ അളവിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പം ആക്നെ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കസ്തൂരി ടർമറിക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓട്സ് പൗഡറില്ലേ, ഓട്സ് പൊടിച്ചിട്ട് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ചേർക്കുന്നത് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ്. മിക്സ് ചെയ്യാനായിട്ട് ഇതിലേക്കൊരു 3-4 ഡ്രോപ്സ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം ഒഴിക്കേണ്ട, 3-4 ഡ്രോപ്സ് നാരങ്ങ നീര്. ബാക്കി നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് പാലാണ്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ പാല് മാത്രം ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ പാലും നാരങ്ങ നീര് ഒഴിക്കുക, അല്ലെങ്കിൽ തൈര് വെച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മതി. അപ്പോൾ മിക്സ് ചെയ്യാൻ ആവശ്യമുള്ളത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നോർമൽ സ്കിൻ ഉള്ളവർക്ക് പാല് കുഴപ്പമില്ലാച്ച പാല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര്. കാരണം ഈ നോർമൽ സ്കിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഈ നോർമൽ സ്കിൻ ഉള്ളവർക്ക് തന്നെ ചിലർക്ക് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവും. അവർക്ക് വേണമെങ്കിൽ തൈര് കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക.
അപ്പോൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതൊരു ഡെയിലി ചെയ്യുന്ന ഒരു മെത്തേഡല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഉള്ള സമയങ്ങളിൽ ചെയ്യേണ്ട ഇതാണ്. നിങ്ങൾക്ക് ഫേസ് പാക്ക് ഡെയിലി ചെയ്യുന്നതിനും കുഴപ്പമില്ല, പക്ഷേ സ്ക്രബ് ഡെയിലി ചെയ്യരുത്. 2 സ്റ്റെപ്സ് ആയിട്ട് ഡെയിലി ചെയ്യരുത്. ഇതങ്ങനെ റെഗുലറായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് മാത്രം സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ 1.5 വട്ടം ഒക്കെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫേസ് പാക്ക് മാത്രമായിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യം എനിക്ക് ഉടനെ മെസ്സേജ് ഇൻബോക്സിൽ വരും. അപ്പോൾ ഇതൊരു 7 ഡേയ്സ് വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ പാക്കായാലും എന്തായാലും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പാക്ക് ഒന്ന് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വയ്ക്കണം കേട്ടോ. കാരണം കണ്ണിനടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. ഇത് കടലമാവ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് സ്കിൻ ഇങ്ങനെ വലിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യരുത്. കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് 15 മിനിറ്റ് വെക്കണം കേട്ടോ. അത് കമ്പൽസറി ആണ്. നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഫേസ് പാക്ക് നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യണം എന്ന് തോന്നുകയാണ്. റെഗുലർ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒക്കെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഒരു 15 മിനിറ്റ്സ് ഒന്നും വെക്കരുത്. 7 മിനിറ്റ്സ് മാക്സിമം അത് ധാരാളമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. ഒരു 15 മിനിറ്റ്സ് തന്നെ വെച്ചാലേ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ ഞാൻ ഇത് കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞ് ശേഷം കഴുകിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ സ്മൂത്ത് ആവും കേട്ടോ. അത് ഉറപ്പാണ്. കാരണം നമ്മൾ സ്ക്രബും ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മൾ ഫേസ് പാക്കും യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഒരു വ്യത്യാസം വരും. ഇനി നമുക്ക് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നല്ല ഒരു ഗ്ലോ ഫിനിഷിൽ തന്നെ ഇരിക്കും. പിന്നെ ഇത് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ട് ചിലർ ഇനി കംപ്ലയിൻറ്റ് പറയും, ചേച്ചി ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ചേച്ചി പറഞ്ഞിരുന്നു കളർ വരും. അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒറ്റ യൂസിൽ ഇങ്ങനെ കളർ വരുത്താൻ അങ്ങനെയല്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ ക്ലീനപ്പ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചെയ്താൽ മതി. ചെയ്തിട്ട് നിങ്ങൾ ഇനി ഇതിൻ്റെ മുകളിൽ ഒന്നും വേറെ അങ്ങനെ ഫൗണ്ടേഷനോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല വെച്ചാൽ പോലും ഒന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഐബ്രോ ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും കമൻസിൽ അറിയിക്കണം. നിങ്ങൾ യൂസ് ചെയ്ത് അത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടും എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.